കോൺഗ്രസിന്റെ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങാതെ NSS നേതൃത്വം. സമദൂരം വിട്ട് ഇടതിനോടടുത്ത NSS നേതൃത്വത്തെ അനുനയിപ്പിക്കാനെത്തിയ കോൺഗ്രസ് നേതാക്കളോട് G. സുകുമാരൻ നായർ നീരസം തുറന്നു പറഞ്ഞു എന്നാണ് സൂചന. പെരുന്നയിൽ കൂടിക്കാഴ്ചയ്ക്കായെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം നേതാക്കളോടാണ് സുകുമാരൻ നായർ നിലപാടിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കിയത്. NSS നിലപാടിനെ ബഹുമാനിക്കുന്നു എന്ന് തിരുവഞ്ചൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിന് അനുകൂലമായി NSS നിലപാടെടുത്തതോടെയാണ് UDFന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത്. അയ്യപ്പ സംഗമത്തെ തുറന്നെതിർക്കാനാണ് ആദ്യം UDF തീരുമാനിച്ചത്. പിന്നീട് അതിനെ തള്ളാനും കൊള്ളാനുമാകാത്ത നിലയിലേക്ക് കോൺഗ്രസിനെയും UDFനെയും കൊണ്ടെത്തിച്ചത് SNDPക്ക് പുറമെ NSSും സർക്കാർ നയത്തോടൊപ്പം തന്നെയെന്ന തീരുമാനം വന്നതോടെയാണ്. NSS നേതൃയോഗത്തിൽ സർക്കാർ അനുകൂല നിലപാട് ജനറൽ സെക്രട്ടറി തുറന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ കോൺഗ്രസ് നേതൃത്വം തിരക്കിട്ട സമവായ ശ്രമങ്ങൾ തുടങ്ങി. കൊടുക്കുന്നിൽ സുരേഷും പിന്നീട് PJ കുര്യനും പെരുന്നയിലെത്തി സുകുമാരൻ നായരെ കണ്ടിരുന്നു. ഇന്നലെ വൈകുന്നേരം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അരമണിക്കൂറോളം ചർച്ച നടത്തി. അനുനയ നീക്കങ്ങൾക്ക് സുകുമാരൻ നായർ വഴങ്ങിയില്ലെന്നത് മാത്രമല്ല, അതൃപ്തി തുറന്ന് പ്രകടിപ്പിച്ചുവെന്നാണ് വിവരം. വിശ്വാസ പ്രശ്നങ്ങളിൽ NSSുമായി കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നും ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചിട്ടില്ല എന്നുമുള്ള പരാതിയും ഇതിലുള്ള നീരസവും NSS നേതൃത്വം കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചു. മുൻകാലങ്ങളിൽ കോൺഗ്രസ് നേതാക്കൾ NSSുമായി ഇക്കാര്യങ്ങളിൽ ആശയവിനിമയം നടത്തിയിരുന്നതായും NSS ജനറൽ സെക്രട്ടറി കാണാനെത്തിയ കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിച്ചു. സൗഹൃദ സന്ദർശനം മാത്രമാണ് നടന്നതെന്നാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. അങ്ങനല്ലല്ലോ, എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുകയല്ലോ. എല്ലാ കാര്യങ്ങളും നമ്മൾ പോയി കണ്ടു, ഒരു ആശയവിനിമയം നടത്തി, അതെല്ലാം ആളുകൾക്ക് അറിയാവുന്നതുമാണ്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് പറയാനുള്ളൊരു മാൻഡേറ്റ് എനിക്കില്ല. പിന്നെ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള വശത്തെക്കുറിച്ചില്ലല്ലോ. കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സ്റ്റാൻഡ് നായർ സർവീസ് സൊസൈറ്റിക്കുണ്ട്. NSSൽ നിന്നും കിട്ടിയ പ്രതികരണം ആശാവഹമല്ലെന്നാണ് തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതെങ്കിലും അനുനയ നീക്കങ്ങൾ തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം അനുനയ നീക്കങ്ങൾക്കായി കോൺഗ്രസ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SNDPയുടെ ആസ്ഥാനത്തോ NSSന്റെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ അടുത്ത് ഒരു നേതാവും പോകുന്നതിന് വിലക്കിയിട്ടില്ല, ഒരർത്ഥത്തിലും വിലക്കിയിട്ടില്ല. കാരണം അവരെല്ലാവരുമായിട്ട് ഞങ്ങൾ നല്ല ബന്ധത്തിലാണ്. ഒരാൾ പോകുന്നതിന് തടസ്സമില്ല. അവരെല്ലാവരും നടത്തിയിരിക്കുന്നത് വ്യക്തിപരമായ. പ്രതിപക്ഷ നേതാവിനോട് NSS നേതൃത്വം തുടക്കം മുതലേ അകൽച്ചയിലാണ്. വിശ്വാസ പ്രശ്നത്തിൽ കോൺഗ്രസിന് ഉറച്ച നിലപാടില്ല. ഭൂരിപക്ഷ സമുദായത്തെ പരിഗണിക്കുന്നില്ല എന്ന് തുടങ്ങിയ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിച്ചതും VD സതീശനോടുള്ള നീരസത്തിന്റെ തുടർച്ചയിലാണ്. അനുനയ നീക്കങ്ങളുമായി എത്തിയ NSSനോട് അടുപ്പമുള്ള നേതാക്കളോടും നയമാറ്റമില്ല എന്ന സൂചന നൽകിയതോടെ സമുദായത്തിന്റെ സർക്കാർ അനുകൂല നിലപാട് തൽക്കാലം തുടരും എന്നുറപ്പായി. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ സർക്കാർ അനുകൂല നയമാറ്റത്തിൽ സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സ് പ്രതിഷേധം ഇതിനിടയിലും തുടരുകയാണ്. നെയ്യാറ്റിൻകര കോട്ടയ്ക്കൽ NSS കരയോഗം കെട്ടിടങ്ങൾക്ക് മുന്നിലും നിലപാടിൽ അസംതൃപ്തരായവർ കട്ടപ്പ ഫ്ലക്സുകൾ വച്ചു, പ്രതിഷേധ പോസ്റ്ററുകൾ പതിച്ചു. നെയ്യാറ്റിൻകര താലൂക്ക് യൂണിയൻ ഓഫീസിന് മുന്നിൽ അയ്യപ്പന്റെ ചിത്രവുമായി ശരണം വിളികളോടെ വിവിധ കരയോഗങ്ങളിൽ നിന്ന് എത്തിയവർ പരസ്യ പ്രതിഷേധവും നടത്തി. അതേസമയം തിരുവനന്തപുരം ശ്രീവരാഹത്ത് G. സുകുമാരൻ നായരെ അനുകൂലിച്ചും ചിലർ ബാനറുകൾ സ്ഥാപിച്ചു. സുകുമാരൻ നായരുടെയും വൈസ് പ്രസിഡന്റ് സംഗീത് കുമാറിന്റെയും ധീരമായ നിലപാടെന്നാണ് സ്ഥാപിച്ച ഫ്ലക്സിലെ വാചകം. കേന്ദ്ര സർക്കാർ വിശ്വാസികൾക്കായി ഒന്നും ചെയ്തില്ല എന്ന വിമർശനത്തോടെ BJPക്കെതിരായ നീരസവും നിലപാടും സുകുമാരൻ നായർ പരസ്യമാക്കിയിരുന്നെങ്കിലും BJP നേതൃത്വം ഇതുവരെയും അനുനയ ശ്രമങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.